നമസ്കാരം. ഹോങ്കോങ്ങിലെ തായ്പോയിലെ ഒരു ഉയരം കൂടിയ റെസിഡൻഷ്യൽ കോംപ്ലക്സിലുണ്ടായ ഭീകര തീപിടുത്തം അനവധി ജീവനുകളെ കവർന്നെടുക്കുന്ന ഒരു വൻ ദുരന്തമായി മാറി. അർദ്ധരാത്രിയോടെ ആരംഭിച്ച തീ അതിവേഗം കെട്ടിടത്തിന്റെ വിവിധ നിലകളിലേക്ക് പടർന്നത് രക്ഷാപ്രവർത്തനങ്ങളെ പോലും വെല്ലുവിളിച്ചു എന്ന് വേണം പറയാൻ. കനത്ത പുകയും ആളിപ്പടരുന്ന തീയും കെട്ടിടത്തിനുള്ളിലെ കുടുങ്ങിയ നൂറുകണക്കിന് കുടുംബങ്ങളും ഇവ ഒന്നും അടിയന്തര സേനയ്ക്ക് എളുപ്പമല്ലാത്ത സാഹചര്യങ്ങളാണ് സൃഷ്ടിച്ചത്. തീപിടുത്തത്തിന്റെ ഭീഷണിയും അവിടെ നിന്ന് പുറത്തേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവരുടെ നിലവിളിയും ഈ ദുരന്തത്തിന്റെ തീവ്രതയെ കൂടുതൽ ഭീകരമാക്കി. പ്രദേശവാസികളും രക്ഷാസേനയും ഒത്തൊരുമിച്ച് ശ്രമിക്കുന്ന രംഗങ്ങൾ മനുഷ്യന്റെ സഹനശക്തിയും കരുത്തും വീണ്ടും തെളിയിച്ചപ്പോൾ മറക്കാനാവാത്ത നോവായി മാറുകയായിരുന്നു. ഹോങ്കോങ്ങിൽ തീരാ നോവായി പടരുകയാണ് തായ്പോ ജില്ലയിലുള്ള പാർപ്പിട സമുച്ചയങ്ങളിലുണ്ടായ തീപിടുത്തം. തീയുടെയും പുകയുടെയും രൂപത്തിൽ 55 പേരെ മരണം കവർന്നു. ഇനിയും മരണസംഖ്യ ഉയരുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 270-ലധികം പേരെ കാണാതായെന്നും റിപ്പോർട്ടുകളുണ്ട്. മരിച്ചവരിൽ ഒരു അഗ്നിശമന സേനാംഗവും ഉൾപ്പെടുന്നു. 40 പേർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. സംഭവത്തിൽ നിർമ്മാണ കമ്പനിയിലെ 3 ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്തു. ശ്വാസം കിട്ടാതെ പിടയുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും പലർക്കും തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല എന്നത് ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നു. പ്രാദേശിക സമയം ഉച്ചയ്ക്ക് 2:51-നാണ് തീപിടുത്തമുണ്ടായത്. വാങ്ഫുങ് കോർട്ട് ഹൗസിന് കോംപ്ലക്സിലെ 32 നിലക്കെട്ടിടത്തിലെ 7ഓളം ബ്ലോക്കുകളാണ് തീപിടുത്തത്തിൽ കത്തിനശിച്ചത്. മുള കൊണ്ടുള്ള മേൽത്തട്ടിൽ തീപിടിച്ചാണ് ദുരന്തമുണ്ടായത്. 8 ടവറുകളിലായി 2000 പേർ താമസിക്കുന്ന പാർപ്പിട സമുച്ചയമാണ്. രക്ഷാപ്രവർത്തനം തുടരുകയാണ്. 900 പേർ കമ്മ്യൂണിറ്റി ഹാളുകളിൽ അഭയം തേടി. ഏറ്റവും ഉയർന്ന ലെവൽ 5 തീപിടുത്തമായി പരിഗണിച്ചാണ് ഇവിടെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. 8 ടവർ ബ്ലോക്കുകളിൽ 7 തീപിടുത്തത്തിൽ കത്തി നശിച്ചു. 4 തീ ഏകദേശം 10 മണിക്കൂറിന് ശേഷം പുലർച്ചെയോടെ നിയന്ത്രണ വിധേയമാക്കി. വൈകുന്നേരത്തോടെ ബാക്കിയുള്ളവ അണയ്ക്കാൻ കഴിയുമെന്നാണ് ഉദ്യോഗസ്ഥർ പ്രതീക്ഷിക്കുന്നത്. വലിയ ദുരന്തമെന്നാണ് ഹോങ്കോങ് ചീഫ് എക്സിക്യൂട്ടീവ് ജോൺ ലീ സംഭവത്തെ വിശേഷിപ്പിച്ചത്. നിരവധി പാർപ്പിട സമുച്ചയങ്ങൾ അടുത്തായി സ്ഥിതി ചെയ്യുന്ന മേഖലയിലാണ് ഈ തീപിടുത്തം സംഭവിച്ചിരിക്കുന്നത്. അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി കെട്ടിടങ്ങൾക്ക് പുറമെ കെട്ടിയ മുളങ്കാലുകളിൽ നിന്നാണ് ആദ്യം തീ പടർന്നത്. ഇത് കെട്ടിടങ്ങളിലേക്കും മറ്റു ഭാഗങ്ങളിലേക്കും വ്യാപിക്കുകയായിരുന്നു. 30 വർഷത്തിനിടയിൽ ഹോങ്കോങ്ങിലെ ഏറ്റവും വലിയ തീപിടുത്തമാണിതെന്ന് അധികൃതർ പറഞ്ഞു. 1996 നവംബറിൽ കൗലൂൺ ജില്ലയിലെ വാണിജ്യ കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തിൽ 41 പേരാണ് അന്ന് മരിച്ചത്. തായ്പോയ് തീപിടുത്തം അതിജീവിച്ചവർക്കും പ്രിയപ്പെട്ടവർക്കും നഷ്ടപ്പെട്ടവർക്കും ഹൃദയം തകർക്കുന്ന മുറിവുകൾ നൽകി. രക്ഷാപ്രവർത്തനങ്ങൾ ഇപ്പോഴും തുടരുമ്പോൾ ഈ ദുരന്തം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒന്നാണ്. രക്ഷാ സംവിധാനങ്ങളും അടിയന്തര മുന്നൊരുക്കങ്ങളും ഒരു നഗരത്തിന്റെ ജീവരക്തമാണ് എന്നത്. പൊതുസുരക്ഷയുടെയും അടിസ്ഥാന സൗകര്യങ്ങളുടെയും മെച്ചപ്പെടുത്തലിന്റെയും പ്രാധാന്യം ഈ സംഭവം വീണ്ടും ഉയർത്തിക്കാട്ടുന്നു. ദുരന്തത്തിൽപ്പെട്ട കുടുംബങ്ങൾക്ക് ലോകമെമ്പാടുമുള്ള മനുഷ്യരുടെ പ്രാർത്ഥനകളും പിന്തുണയും കരുത്തായി തീരുമെന്നതിൽ സംശയമില്ല. നഷ്ടപ്പെട്ടവരുടെ ഓർമ്മകളെ ആദരിക്കുന്നതിന് ഏറ്റവും വലിയ മാർഗം ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ വീണ്ടും ആവർത്തിക്കാതിരിക്കാനുള്ള ശക്തമായ നടപടികൾ കൈക്കൊള്ളലാണ്. ഒരിക്കലും ഉണങ്ങാത്ത ഒരു നോവായി ഈ തീപിടുത്തം ഹോങ്കോങ്ങിന്റെ ഹൃദയത്തിൽ എന്നും പതിഞ്ഞു കിടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച